ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. പോർച്ചുഗീസ് പരിശീലകനായ ജോർഹെ ജീസസ് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനാവും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ബ്രസീലിയൻ ആരാധകരിൽ ചിലർക്കെങ്കിലും ഇതിനോട് എതിർപ്പുണ്ട്. വലിയ പ്രതീക്ഷകൾ ഒന്നും ജോർഹെ ജീസസിൽ പലരും വെച്ചു പുലർത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജോർഹെ ജീസസ് ഒരിക്കലും ഒരു മോശം പരിശീലകനല്ല. യൂറോപ്പിൽ വളരെയധികം എക്സ്പീരിയൻസ് അവകാശപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. മാത്രമല്ല ബ്രസീലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ താരങ്ങളെ അദ്ദേഹത്തിന് അറിയുകയും ചെയ്യും എന്നുള്ളതാണ്. പോർച്ചുഗീസ് ക്ലബ്ബുകളായ ബെൻഫിക്ക, സ്പോർട്ടിംഗ് CP എന്നിവരൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലമംഗോയെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഫെനർബാഷയെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അൽ ഹിലാലിനെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, പരിശീലക കരിയറിൽ കിരീടങ്ങൾ സ്വന്തമാക്കാൻ ജോർഹെ ജീസസിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അൽ ഹിലാലിനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ കണക്കുകൾ എങ്ങനെയാണ്? അവസാനത്തെ 2 സീസണുകളിലെ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആകെ 99 മത്സരങ്ങളാണ് അദ്ദേഹം ഈ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 79 വിജയങ്ങൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 12 സമനിലകൾ വഴങ്ങി 8 തോൽവികൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. 4 കിരീടങ്ങൾ ഇദ്ദേഹം അൽ ഹിലാലിന് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിലെ കണക്കുകൾ ഒട്ടും മോശമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വരുമ്പോൾ അങ്ങനെയാവില്ല കാര്യങ്ങൾ. കാരണം അത്രയും മോശം സമയത്തിലൂടെയാണ് ബ്രസീൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായും ജോർഹെ ജീസസ് വിയർക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ കരിയറിൽ ഒരുപാട് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ബ്രസീലിയൻ ലീഗ് കിരീടം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പ ലിബർട്ടഡോറസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ബ്രസീലിയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.